എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പാൽ കൊഴുക്കട്ടയും ഇറച്ചിയുമാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തണുത്ത വെള്ളത്തിൽ കുഴയ്ക്കുന്നതായാലും മതി കേട്ടോ. ഞാനിപ്പോൾ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. എന്നിട്ട് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ പാകം അറിയാമല്ലോ, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന രീതിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ കേട്ടോ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ പതുക്കെ ഒരു ലൈറ്റ് ചൂടാറണം. ഒരല്പം നേരം ചൂടാറാൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന അതേ രീതിയിലാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്, എന്നാലും നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതേ രീതിയിൽ നല്ല മയത്തിൽ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതാ പിടി ഉണ്ടാക്കണം. അപ്പോൾ ഒന്നല്ലെങ്കിൽ ചെറിയ ബോൾസ് അല്ലെങ്കിൽ കുറച്ച് ബോൾസ് ആക്കിയിട്ട് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതേ രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. ബോൾസ് ആക്കിയിട്ട് കൈ കൊണ്ട് റോൾ ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ പരിപാടിയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമ്മളെല്ലാം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതല്ല ഇതുപോലെ ആക്കണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയാലും മതി. എന്നിട്ട് ഇതൊന്ന് അടച്ചിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നാളികേരം വേണം ഇതിന് വേണ്ടിയിട്ട്. നാളികേരത്തിൻ്റെ പാൽ. അപ്പോൾ ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഒരു നാളികേരം, നല്ല മൂത്ത നല്ല നാളികേരം എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് വെള്ളം ഒഴിച്ച് മിക്സിയിൽ കറക്കിയിട്ട് ആദ്യത്തെ പാൽ ആദ്യം മാറ്റി വെക്കണം. പിന്നെ 2ാം പാലും 3ാം പാലും എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ പാൽ മാറ്റിയിട്ട് 2ാം പാലും 3ാം പാലൊക്കെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2-3 ഏലക്ക ചതച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ ആദ്യം നമുക്കിതൊക്കെ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് ഈസിയാണ് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ പാലിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കടായി വെച്ചെടുക്കാം. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളി അതാണ് കേട്ടോ ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. പച്ചമുളകും കൂടി 3-4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ വാടിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മസാല പൗഡറും. പിന്നെ ഇതിലേക്ക് വേറെ നമ്മൾ മുളക് പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ. ഇതെല്ലാം വാടിയതിന് ശേഷം ഇതിലേക്ക് ബീഫാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ബീഫ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്നതാണ്. ഇഞ്ചിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വറ്റിച്ചെടുത്തതാണ്. അപ്പോൾ ബീഫ് ഇഷ്ടമല്ലാത്തവർക്ക് ഇതിന് പകരം ചിക്കൻ ചേർത്താൽ മതി. ഇതുപോലെ വേവിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ബീഫിന് പകരം ചിക്കൻ ആക്കിയാലും മതി. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കിയപ്പോഴും ബീഫിലൊക്കെ കുറേശ്ശെ ഉപ്പിട്ടല്ലേ വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പിടുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പിടിച്ച് വെച്ചിരിക്കുന്ന പിടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇതിൽ കിടന്നാണ് കേട്ടോ ഈ പിടി വെന്ത് വരുന്നത്. അപ്പോൾ നല്ല പോലെ വെന്ത് വരട്ടെ. ഒരുപാട് നേരമൊന്നും വേണ്ടിട്ട് നല്ല പോലെ വെട്ടി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പിടി നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് തുറന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കണ്ടില്ല, പിടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പൊടി വാട്ടി കുഴച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിയെല്ലാം വെന്ത് വരും. കുറച്ച് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആദ്യത്തെ പാലും പിന്നെ ചതച്ച
ഏലക്കപ്പൊടിയും കൂടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലൊരു വറവിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ പാൽ കൊഴുക്കട്ടയ്ക്ക്. അപ്പോൾ ഇതാ 2-3 ഉള്ളി വട്ടത്തിലരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പില അതും കൂടി താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ഡിന്നറിന് വേണമെങ്കിൽ എടുക്കാം, ഈവനിങ് സ്നാക്കിന് വേണമെങ്കിൽ എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പാൽ കൊഴുക്കട്ട വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇറച്ചിയും കൂടി ചേർത്തുന്നേ ഉള്ളൂ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.